ഹലോ നമസ്കാരം, രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് പത്തരമാറ്റിൻ്റെ കഥ കേൾക്കാം. ഇന്ന് 23/5/25 കഥയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആദർശും മുത്തശ്ശനും അബിയും കൂടെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. കാരണം അവൾ മരിച്ചിട്ടില്ല, ഐസിയുലുണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ഗുണ്ടകളുണ്ട് പുറത്ത് 2 പേരും. അപ്പോൾ അബി പറയാണ്, പിന്നെ എന്താടാ ഇത് കേൾക്കുന്നത്, എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ അറിയില്ല, നിങ്ങൾ പോകുന്നതിന് ശേഷം അവളുടെ കാലിളകി. അപ്പോഴേക്കും അവളുടെ കുറച്ച് ബന്ധുക്കാരും വന്നു, പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, എന്തോ ആയിക്കോട്ടെ, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളെങ്ങാനും സംസാരിച്ചു തുടങ്ങിയാൽ എൻ്റെ കാര്യം കട്ടപ്പുകയാവും. അതുകൊണ്ട് അവളുടെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾ നോക്കണം. അവളെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാലും നിങ്ങൾ ആ പരിസരത്തൊക്കെ കാണണം. അവൾക്ക് എപ്പോഴെങ്കിലും സംസാരശേഷി തിരിച്ച് കിട്ടി എന്ന് അറിഞ്ഞാൽ അവളെ അപ്പം തന്നെ അവിടുന്ന് ശരിയാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണെന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളായിട്ട് ചട്ടം കെട്ടുകയാണ്. അപ്പോൾ പറയും, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയണം. എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്താണ് അവിടുത്തെ അവസ്ഥ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. ശരിയെന്ന് അറിയാണ് ഗുണ്ടകൾ. എന്നിട്ട് അവർ 2 പേരും കൂടെ അങ്ങോട്ട് പോവും. അബി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം ഡോക്ടറെ റൂമിൽ ഇരുന്നിട്ട് മൂർത്തി മുത്തശ്ശൻ സംസാരിക്കുക. അപ്പോൾ പറയും, ഡോക്ടറെ, ഞാൻ ഇങ്ങനെ അവൾ അനർഘ്യൻ എന്നെ വിളിച്ചത്. അപ്പോൾ എൻ്റെ എന്താ പറയുക, പേരക്കുട്ടികളിൽ ഒരാളുടെ കുഞ്ഞാണ് അവളുടെ എന്ന് പറഞ്ഞു, പക്ഷെ അത് ആരുടെയെന്ന് പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ഡോക്ടർക്ക് വല്ല നിശ്ചയം ഉണ്ടോ ചോദിക്കും. പറയും, ഇല്ല, സാറിൻ്റെ വീട്ടിലെ പേരക്കുട്ടിയുടെ മകനാണെന്ന് തന്നെയാണ് അവൾ എന്നോട് പറഞ്ഞത്. പിന്നെ അവളെന്ന് പറഞ്ഞാൽ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, നല്ല മിടുക്കി കുട്ടിയാണ്, സാറ് ആ കുട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പുണ്യം കിട്ടും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, അല്ല, പിന്നെ ഈ അനഘ ഇവിടെ ആയിരുന്നില്ല, അവൾ കുറേ കാലം ഗൾഫിലായിരുന്നു. അവളിപ്പോൾ കുറച്ച് അധികം നാളായിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖമായതുകൊണ്ട് എൻ്റെ അടുത്താണ് ആദ്യം വന്നത്. അന്ന് മുതലുള്ള ബന്ധമാണ് ഞാനും ആ കുട്ടികളും, അവളും അവളുടെ മോളും തമ്മിലുള്ളത് എന്ന് പറയും. ഇപ്പോൾ ഇടയ്ക്ക് മോളെയും കൊണ്ടാണ് ഇവിടെ വരാറ്, തനിച്ചാണ്, വേറെ ആരും കൂടെ വരാറില്ല, തനിച്ചാണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും. അവൾക്കറിയാം അവളധികം നാൾ ജീവിച്ചിരിക്കില്ല എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഡോക്ടർ കേട്ടോ. അപ്പോൾ പറയും, പിന്നെ എന്താണ് ഇനി എന്താ ചേച്ചി, അവൻ മോള് ഇടയ്ക്ക് ചോദിക്കും എന്നോട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് എനിക്ക് ഉത്തരം പറയാനില്ല, അവളുടെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ കുട്ടിക്കൊരു നല്ല ഷെൽട്ടർ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത് സാറന്നെ ആയതുകൊണ്ട് വളരെ സന്തോഷം എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇനി ഈ അനഘ ഒന്ന് സംസാരിക്കലേക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഡോക്ടർ, ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ മൊത്തം ആ കുട്ടിയുടെ ഇത് പോയിരിക്കുകയാണ്. ഇപ്പോൾ കഴുത്തിന് താഴെ ചലനശേഷിയല്ല, സംസാരശേഷിയില്ല, ഒരു ബോഡി പോലെ ജീവനുള്ളൊരു അവസ്ഥ, ജീവൻ മാത്രമേ ഉണ്ട്, അത്രയേ ഉള്ളൂ. അതൊന്നൊരു റിക്കവർ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പറയും, അവൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും പിന്നെ അവർ ചെയ്യാൻ തോന്നണു. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, അല്ല, മോളുടെ കാര്യത്തിൽ ഡോക്ടർ വെറിഡ് ആവേണ്ട, കാരണം എന്തായാലും എൻ്റെ ഒരു പേരക്കുട്ടിയുടെ കുട്ടിയാണല്ലോ, അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഞാൻ തന്നെയല്ലേ മോളുടെ കാര്യം സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അവളെ കാര്യത്തിലൊരു പേടിയില്ല എന്ന് പറഞ്ഞു, പേടിയും വേണ്ടെന്ന് പറയും. അപ്പോൾ ഇല്ല, എനിക്ക് സാറിനെ നല്ല വിശ്വാസമാണ്, എനിക്ക് അല്ലെങ്കിൽ പിന്നെ വല്ല അനാഥാലയത്തിലും ആക്കണം എന്നായിരുന്നു, അപ്പോൾ പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ നേരം 2 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ മൂർത്തി മുത്തശ്ശനും ഡോക്ടറും കൂടി ഇരുന്ന് സംസാരിച്ച് ഏതാണ്ട് ഒരു ഇതാവുകയാണ് കേട്ടോ, ഒരു അവസ്ഥയിൽ, അതായത് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ മോളെ എടുക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സംസാരിക്കുക, എന്തായാലും ഞാൻ പോട്ടെ പറയും. പക്ഷേ അപ്പോൾ ഇത് പറയുന്നുണ്ട്, ആദർശിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മോൻ ആദർശിനെ ആണ് അവൾ അച്ഛാന്ന് വിളിച്ചത്. പക്ഷെ ഒരിക്കലും ആദർശ് ആ വഴിക്ക് പോയില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അവൻ എന്നെപ്പോലെ തന്നെയാണ്, അവനൊരിക്കലും തെറ്റ് ചെയ്യില്ല. പിന്നുള്ളത് അബി അനിയാണ്. അപ്പോൾ അബിയുടെ കാര്യം എൻ്റെ കാര്യം പറയുന്നില്ല, അതിന് കാരണം അത് പക്ഷേ എങ്ങനെയാണ് ആ ഫോട്ടോസൊക്കെ അവിടെ വന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാനൊരു അന്വേഷണം നടത്തുന്നുണ്ട്, ഇത് പിന്നെ പുറമേ ലീക്ക് ഔട്ട് ആവാനും പാടില്ല, ഡോക്ടർ അതും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും അബിയും അതേപോലെ ആദർശും പിന്നെ ഈ ഗുണ്ടകളോടെ നിൽക്കുക. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഇത് എൻ്റെ കുഞ്ഞല്ല, അത് എനിക്ക് 100% ഉറപ്പാണ്, പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഗുണ്ടകളോട് വഴക്കൂടും. അപ്പോഴേക്കാണ് മുത്തശ്ശൻ വരുന്നത്. മുത്തശ്ശൻ വന്നിട്ട് നമുക്കെന്നാൽ പോവാം എന്നൊക്കെയാണ്. അപ്പോൾ പറയും, ഇപ്പോൾ മുത്തശ്ശ ഇത് എന്താണ് അത് മുത്തശ്ശൻ്റെ തീരുമാനം വയ്ക്കുമ്പോൾ, തീരുമാനമൊന്നുമില്ല, നമ്മൾ
നേരത്തെ ചെയ്തതുപോലെ തന്നെ മോളെ നമ്മൾ അനന്തപുരിക്ക് കൊണ്ടുപോകണം, അവളിനി അവിടെ വളരട്ടെ, അതാ നല്ലതെന്നറിയാം. അപ്പോൾ ഗുണ്ടകൾ പറയും, സാറ് പിന്നെ എന്താണ് അവളെ കൊണ്ടുപോകാതെ ഉപേക്ഷിക്കായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിരുന്നു പറയും. അപ്പോൾ എടുത്ത വഴിക്ക് മുത്തശ്ശൻ പറയും, നിങ്ങളെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഭീഷണിയുടെ സ്വരം വേണ്ട എന്നുള്ളത്. ഞാൻ ധാരാളം കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, അതായത് പിന്നെ ഇങ്ങനെ അനാഥരായ കുട്ടികളെ ഞാൻ നോക്കുന്നുണ്ട്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൂ, പക്ഷേ ഈ മോളെ ഞാൻ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് നിങ്ങൾ വലിയ ഭീഷണിയുടെ സ്വരം ഒന്നും പിന്നെ ഇതാക്കേണ്ട അറിയും. അല്ല സാറിൻ്റെ കൊച്ചുമോൻ്റെ കുട്ടി തന്നെ അല്ലെന്ന് പറയും. അത് ആരാടാ എൻ്റെ കുഞ്ഞാന്ന് പറയുന്നത് എന്ന് വെച്ചിട്ട് ആദർശ് വഴക്കിനില്ല. ആരാ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഇത്ര പറയാനെന്തിരിക്കുന്നു എന്ന് വെച്ചിട്ട് അവരും സ്റ്റണ്ട് നിൽക്കുക. പറയും ഇവിടെ ആശുപത്രിയായി പോയില്ലെങ്കിൽ കാണായിരുന്നു എന്ന് പറയണ ആദർശ് ശരിക്കും നടുകടലിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, ഏട്ടാ ഇതിനൊന്നും സംസാരിക്കേണ്ട ഏട്ടാ എന്നൊക്കെ പറഞ്ഞാൽ അവൻ നല്ല പിള്ള ജമിയാബി. അവസാനം പറയും, പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ മുകളിൽ എങ്ങാനും വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് അറിയണം മുത്തശ്ശൻ ഈ ഗുണ്ടകളോട്. അപ്പോൾ ഗുണ്ടകൾ പറയാം, അല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ സാറേ, കാരണം നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ. പിന്നെ ഒരു കാര്യം, നിങ്ങളത് മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇടപെടുമെന്നറിയും. അത് നിങ്ങൾ പിന്നെ അത് ഞങ്ങൾ ഇടപെടുമെന്നറിയും അവന്മാർ. അപ്പോൾ അങ്ങനെ അല്ല മുത്തശ്ശ കുട്ടിയെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനം എന്ന് വയ്ക്കുമ്പോൾ അതേ മോനെ കൊണ്ടുപോകാം, ഈ കുഞ്ഞിനെ നമുക്കിവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ, അതുമ്പോൾ ഒരു പെൺകുഞ്ഞല്ലേ, സാരല്ലേ പോട്ടെ അവിടെ വളരട്ടെ എന്നൊക്കെ പറയും. നീ എന്തിനാ വിഷമിക്കുക, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിനക്കെന്താ അത്ര വിഷമമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവിടുന്ന് അവർ ആ കുഞ്ഞിനെയും കൊണ്ട് അപ്പോഴേക്ക് ഈ കുട്ടി കാണാൻ വന്ന് കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും സങ്കടപ്പെട്ടിട്ട്. അപ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെടുത്തും കൊണ്ട് പിന്നെ പോരുകയാണ് വീട്ടിലേക്ക്. അതിനിടയ്ക്ക് നമ്മൾ അബിയുടെ ഫ്രണ്ട്സിനെ കാണുന്നു, അബിയുടെയും നന്ദുവിൻ്റെയൊക്കെ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, അവരോടായിട്ട് സംസാരിക്കുന്നുണ്ട്. അബിയല്ല അനിയും നന്ദുവിൻ്റെയും ഒക്കെ ഫ്രണ്ട്സിനെ കണ്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയാം, ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലടാ, അവൾ വർക്കൗട്ടിലാണോ എന്ന് എനിക്ക് അറിയില്ല, അവൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് അറിയില്ല, ഒരുപാട് പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ച് നോക്കി, മെസ്സേജ് അയച്ചു നോക്കി, അവൾ റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എടാ നീ ഒന്ന് ഒതുങ്ങിയിരിക്കുക, അത്രയും പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഫോഴ്സ് ഉണ്ട് അവൾക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ നീ ഒന്ന് വെറുതെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ ഈ മറ്റേ അനിയുടെ ഫ്രണ്ട്സ് അപ്പോൾ പറയും, എടാ നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക, നിങ്ങൾ വിളിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവൾ ഫോൺ എടുത്താലോ എന്ന് പറയുമ്പോൾ, വേണ്ടടാ നീ അടുത്ത് നിന്നിട്ട് നീ ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് അവൾക്ക് അറിയാമെന്ന് പറയും. ഇതെന്ത് വന്നാലും ഞാൻ അവളെ കണ്ടിരിക്കും, ഞാൻ വിളിക്കും അവളേനെ, എനിക്ക് അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ കിട്ടിയത് പിന്നെ വിളിച്ച് വെറുതെ പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് വിളിക്കാതിരുന്നതാണ് ഞാനെന്നൊക്കെ അനിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗ്രൗണ്ടിൽ നമ്മളെ നന്ദുവിൻ്റെ കൂടെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവിടുത്തെ, അവളും ബാക്കി എല്ലാവരും അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ എല്ലാവരും കൂടെ എക്സസൈസും ചാട്ടമൊക്കെ, അപ്പോൾ എല്ലാവരും ക്ഷീണിക്കുമ്പോഴും നമ്മളെ നന്ദു നിന്നിട്ട് കാര്യമായിട്ടൊന്ന് എക്സസൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തടിമാടൻ വരുന്നുണ്ട്, അയാളും ഇതിന് സെലക്ഷൻ കിട്ടി വന്നത്. അപ്പോൾ നന്ദുവിനോട് ചോദിക്കും, നന്ദു ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടും താനിങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, അവളെ കൂടുതൽ പറയുമ്പോൾ അവൾ കരാട്ടയും ബ്ലാക്ക് ബെൽറ്റൊക്കെയാണ്, കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊരു കൈ നോക്കണം വയ്ക്കുമ്പോൾ. അപ്പോൾ പറയും, നോക്കാം, പക്ഷേ വെറുതെ എന്തിനാണ് ഇതാക്കുന്നതെന്ന് അയാളിങ്ങനെ പറയുമ്പോൾ പറയാം, അതിനൊന്നും ആവശ്യമില്ല, കാരണം പ്രദീപിനെ കണ്ടാൽ തന്നെ അറിയാം, പിന്നെ നല്ലൊരു 5-6 ആൾ വന്നാലൊക്കെ പിടിച്ച് നിൽക്കുന്ന അറിയാൻ കണ്ടാലെന്ന് പറയും. അപ്പോൾ പറയാമല്ലേ എനിക്ക് പൊതുവെ അങ്ങനെ വഴക്ക് കൂടുന്നത് ഇഷ്ടമല്ല എന്നിട്ട് അയാൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ നന്ദു എന്നിട്ട് ഇവളും കൂടെ ആ കൂട്ടുകാരിച്ചും കൂടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ അതൊന്നും വേണ്ടടോ, അതിനെ നോക്കി വെറുതെ വഴക്ക് കൂടാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് നന്ദു ഫ്രണ്ടിനോട്. അത് കഴിഞ്ഞ് അങ്ങനെ നന്ദുവിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് മറ്റേ അനന്തപുരിക്ക് ഇവരെല്ലാവരും കൂടെ വരികയാണ്. അതിൽ കാർന്നിറങ്ങി വരുന്ന സമയത്ത് ദർശന ആകെ ഒരു തരം പേടിയോ വെപ്രാളോ എന്തൊക്കെയാണ് പറയും. നീ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് പറയുക. എന്താ മുത്തശ്ശൻ നമ്മൾ വീട്ടിൽ പറയുക, അവരോട് നമ്മൾ എന്താ പറയുക, ഒന്നും പറയുന്നില്ല. ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ അങ്ങനെ കോമ സ്റ്റേജിൽ കിടക്കുക, അപ്പോൾ അതിന് നോക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ പല കുട്ടികൾക്കും നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ, അത്രയും പറഞ്ഞാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും പറയണ്ടെന്ന്. അപ്പോൾ അടുത്ത വഴിക്ക് അറിയാം, മുത്തശ്ശൻ ഞാൻ പറഞ്ഞില്ലേ ഞാനായിക്കോളാം അതിൻ്റെ അച്ഛന് ഞാൻ പറഞ്ഞില്ല അറിയുമ്പോൾ, നീ ഇപ്പം അങ്ങനെ അതിൻ്റെ അച്ഛനാവുന്നുണ്ടോ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നീ ഇപ്പോൾ അങ്ങനെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് മുത്തർ. കാരണം അവൻ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്ത് തരുന്നത്, അതെന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ പറയുന്ന പോലെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ മോളോട് പറയും, ഇവിടെ ആരുമില്ല, പിന്നെ മോളുടെ അച്ഛനോ ആരുമില്ല ഇവിടെ, മോള് അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുത്തതാണ്, അങ്ങനെ കുഞ്ഞു കുട്ടിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. മോളുടെ അച്ഛനൊന്നും അല്ല അവിടെ ഉള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പോൾ കുട്ടി ഇങ്ങനെ ദയനീയമായിട്ട് ഇവരെ നോക്കുന്നുണ്ട്, പാവം തോന്നും കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ഇവർ അനന്തപുരിക്ക് കയറി ചെല്ലുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ കയറി ചെല്ലുന്ന സമയത്ത് അബി കുട്ടീനെ അവിടെ ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടി വേഗം, അപ്പോൾ നയന ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട്. നയന സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ ഈ കുട്ടി വേഗം മാറി ആദർശിൻ്റെ പിന്നെ പോയി ഒളിക്കും. അപ്പോൾ പറയും, ആഹാ നിങ്ങൾ മൂന്നാളും കൂടെ ഇത് എവിടെ പോയിട്ട് വരിക എന്ന് ചോദിക്കുകയാണ് ആദർശ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളല്ല, ഞങ്ങൾ 3 ആണും 1 പെണ്ണും ഉണ്ട് എന്ന് പറയും. അപ്പോൾ പറയും പെണ്ണോ നോക്കുമ്പോൾ കാണാം ഇതാണ് 4ാമത്തെ പെൺകുട്ടി എന്ന് പറയും. പറയുമ്പോൾ ഇതാരാ ഒരു ചെറിയ കുട്ടി വയ്ക്കുമ്പോൾ ആദർശിൻ്റെ മുഖം വല്ലാണ്ടേ ആവുകയാണ്. അപ്പോൾ പറയും, അപ്പോഴേക്കും പറയും ഈ കുട്ടിയെ എവിടുന്ന മുത്തശ്ശാന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് ആരെ കുട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും മോളെ ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തെങ്കിൽ ഇവിടെയാണ് ഇവൾ വളരുന്നത് എന്ന് അറിയണം. അപ്പോഴേക്കും ജലജയും ദേവയാനിയും കൂടി അങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പോൾ പറയും ഇത് എവിടുന്ന ഒരു കുട്ടി ഇങ്ങനെ കിട്ടിയത് നോക്കിയാണ് ജലജ. അപ്പോൾ ദേവയാനിയെ നോക്കുമ്പോൾ നല്ല മോളെന്ന് പറയും. പറയും എന്താ പിന്നെ അച്ഛനത് എന്തിൻ്റെ പ്രാന്താണ് ഇത്, എവിടുന്ന് ഈ പിന്നെ അനാഥരായ കുട്ടികളൊക്കെ എന്തിനാ അച്ഛൻ വെറുതെ ഏറ്റെടുക്കാൻ നിൽക്കുന്നത്, അച്ഛനെന്തിനാ അതിനെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നീയാണ് ഇത് പറയേണ്ടത്. നിന്നെ ഇതുപോലെ ഞാൻ എങ്ങോട്ടും പോകാൻ ആശ്രയമില്ലാതെ നിന്ന് നിന്നെ ഞാനും പിന്നെ മുത്തശ്ശി അമ്മയും കൂടെയാണ് ഇവിടെ കൂട്ടിയും കൊണ്ട് വന്നിട്ട് നീ തന്നെ ഇത് പറയണം എന്ന് പറയുകയാണ്. അതിൽ പെട്ടെന്ന് ജാനകിയുടെ മുഖം പക്ഷേ ജാനകിയുടെ അല്ല ജലജയുടെ മുഖം പക്ഷേ വല്ലാണ്ടാണ്. ജാനകിയോ ദേവയാനിയോ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ നീയാണോ ഇത് പറയേണ്ടതെന്ന് വയ്ക്കും. ഞങ്ങളുടെ ദയവിലല്ലേ നീ കഴിയുന്നുണ്ട്, നീ തന്നെയാണോ ഇങ്ങനെ പറയേണ്ടത്, നീ ഒരിക്കലും അങ്ങനെ ചെയ്ത്, പ്രത്യേകിച്ചും അനാഥ കുട്ടികളോട് നീ സ്നേഹമാണ് കാണിക്കേണ്ടത്, അല്ലാണ്ട് നിൻ്റെ കുശുമ്പും കുഞ്ഞായ്മയല്ല കാണിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ഞാൻ അതൊന്നുമല്ലല്ലോ ചോദിച്ചത്, ഇതെന്തിനാ ഇത് എല്ലാതും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നല്ലേ ചോദിച്ചത്, അച്ഛന് വേറെ പണിയൊന്നുമില്ല വയ്ക്കും. അങ്ങനെ അവിടുന്ന് ജലജ അങ്ങനെ ദേഷ്യപ്പെടും. അപ്പോൾ അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുക അറിയും. അപ്പോൾ പറയും ഇത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. പിന്നെ ഈ കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മൂർത്തി ആണ് കൂട്ടിയും കൊണ്ട് വന്നത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാവരും ശരിയാക്കി തരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ മുത്തശ്ശൻ എല്ലാവരെയും വഴക്ക് പറയണം. അപ്പോൾ ദേവയാനി പറയും അതല്ല അച്ഛാ, പിന്നെ ഇങ്ങനെ ഒരു കുട്ടി വന്ന് താമസിക്കുമ്പോൾ ഇത് ആരാ എന്താന്നൊക്കെ എല്ലാവരും ചോദിക്കില്ലേ, ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ഉത്തരം പറയാനും എന്നൊക്കെ പറയും ദേവയാനിയോട്, അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടി മോളാകെ പേടിച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ നയനെ പോയിട്ട് കൂട്ടിക്കൊണ്ട് പോകും. മോളെ എന്തിനാണ് പേടിക്കുന്നത്, മോളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, മോള് വാ എന്ന് പറഞ്ഞിട്ട് നയനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആദർശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ആദർശം എന്തോ ഒരു മന്ത്രി നിൽക്കുക. അപ്പോൾ നീ എന്താ മോനെ വല്ലാതെ നിൽക്കേണ്ടതെന്ന് പറയും. അപ്പോൾ കണ്ടോ അവനും ഇഷ്ടമായിട്ടില്ല, ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനൊന്നും ഇഷ്ടമായിട്ടില്ല എന്നറിയും ജലജ. അപ്പോൾ അവൻ്റെ ഇഷ്ടം അവനോടും കൂടെ ഇഷ്ടം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുവന്ന് പറയും മൂർത്തി മുത്തശ്ശൻ. അപ്പോൾ അപ്പളാ മൂപ്പര് പറയുക ഇനി ഈ കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാക്കി ഞാൻ പറയാൻ എന്നിട്ട് മുത്തശ്ശനാണ്ട് പോവുകയാണ്. അപ്പോൾ പറയും എന്താ അബി, പിന്നെ അബി പറയും അമ്മ അതൊരു പാവം കുഞ്ഞാണ്, അതിനോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ എന്നിട്ട് അവനും പോവുകയാണ്. അപ്പോൾ ആദർശം അറിയും മോനെ എന്താ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മ എന്നിട്ട് ആദർശം പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ അബി കയറിപ്പോയിട്ട് മുകളിൽ കയറി ഇങ്ങനെ ഇതിൽ സോഫയിലിരിക്കുമ്പോൾ ജലജ അങ്ങോട്ട് ചെല്ലുക. ജലജ എന്നിട്ട് പറയും എന്തൊക്കെയാടാ ഈ നടക്കുന്നത്, സത്യം പറയാം ആരുടെയാണ് ആ കുഞ്ഞ്, നീ ആദർശൻ്റെ അവൻ ഒരു വഴിയില്ല, കാരണം ആദർശം നിന്നെ പോലെയല്ല, അവനൊരിക്കലും വഴിവിട്ട ഒരു കാര്യവും ചെയ്യില്ല, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിന്നെ നീയാണുള്ളത്, നീ വഴിവിട്ട വല്ലതും ചെയ്തോ, നിന്നെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കില്ല. അമ്മ എന്താ ഈ പറയുന്നത്, വേണ്ടത് പറയും. പിന്നെ ആരാ, പിന്നെ മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ആരും ഒന്നും നോക്കി നിന്ന് പോകും, നല്ല ആരോഗ്യ ദൃഢഗാത്രനല്ലേ ആ മുത്തശ്ശനെ. അപ്പോൾ പറയും അമ്മ എന്ത് വൃത്തികേടായി പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ കുഞ്ഞാന്നാണ് പറഞ്ഞു വരുന്നത്. അവർക്ക് വൃത്തിയോട് പറയുന്നു അമ്മ എന്ന് വെച്ചിട്ട് അബി ദേഷ്യപ്പെടുക. അപ്പോൾ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്, പിന്നെ പറയടാ നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല, നീ കുറച്ച് ദിവസമായിട്ട് നിനക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണോ നീ കാണിച്ചു കുടിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ പറയും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്, അമ്മയ്ക്കൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ എന്ന് പറയും. അപ്പോൾ പറയും എന്ത് മനസ്സിലാവാനാണ്, എനിക്കിതത്ര വിശ്വാസമുള്ള കാര്യമൊന്നുമല്ല, ഇത് ആരുടെ കുഞ്ഞാണ്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക, അല്ലാണ്ട് അനാദ്യമൊന്നും അല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ജലജ. അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നിട്ട് അബി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് കുറച്ച് ചിരിക്കാനും ഉണ്ട്, രസമുണ്ട് കാണാൻ അത്ര തന്നെ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക, അതുപോലെ എൻ്റെ കഥ കേൾക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ടെന്ന് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.